ബഹുമാനപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ, നല്ലവരായ ജനങ്ങളെ, കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ കീഴിൽ നടപ്പാക്കുന്ന VBG-റാംജി പദ്ധതിയെ മോശമായി കാണുന്നതിനും അതിൻ്റെ പോരായ്മകളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സമരമുഖത്താണ്. തീർച്ചയായിട്ടും നമ്മുടെ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ 19-ാം വാർഡിൻ്റെ ഒരു ഗ്രൂപ്പിൽ നിന്നും ഒന്ന് നിർഭാഗ്യകരമായിട്ടുള്ളൊരു മെസ്സേജ് തൊഴിലുറപ്പ് പണിക്കെതിരെ സമരം ചെയ്യണം എന്നുള്ളതാണ്. അതിന് ധനസമാഹരണവും മറ്റും പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് കേൾക്കാനിടയായി. തീർച്ചയായിട്ടും VBG-റാംജി എന്ന പദ്ധതി വളരെ സുതാര്യമായ രീതിയിൽ ഗ്രാമവികസനത്തിനുതകുന്ന രീതിയിൽ പുനഃക്രമീകരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ 125 ആക്കി, 25 ദിവസം വർദ്ധിപ്പിച്ചു, 25% വരുമാന വർധനവുണ്ടാക്കി, തൊഴിൽ കൂലി വർദ്ധിപ്പിച്ചു, പൊതുകെട്ടിടങ്ങൾ, അതേപോലെ പ്രാഥമിക സൗകര്യങ്ങൾ, അതേപോലെ റോഡ്, മറ്റുള്ള സംവിധാനങ്ങൾ, ജലസംഭരണികൾ, വരൾച്ച ദുരിതാശ്വാസം, പ്രളയം, അത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനാവശ്യമായ ഷെൽട്ടർ ഹോമുകൾ നിർമ്മാണം, ജലസംഭരണികൾ എന്നു വേണ്ട കാലിത്തൊഴുത്ത് നിർമ്മാണം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ഗുണം കിട്ടുന്ന തരത്തിൽ ഈ VBG-റാംജി പരിഷ്കരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ വേതനവും സംബന്ധിച്ചിട്ടുള്ള ചെലവുകൾ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിൻ്റെ പോർട്ടലിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ചാൽ ലഭ്യമാവുന്നതാണ്. അതിന് സോഷ്യൽ ഓഡിറ്റ് ഉണ്ട്, വിഭാവനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരു വിജിലൻസ് കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പദ്ധതിയെ പറ്റി മോശമായ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ കണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണോ എന്ന് മനസ്സിലാക്കിയിട്ട് സമരം ചെയ്യുക ആണ് നല്ലത്. അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് സുതാര്യമായ രീതിയിൽ, അതിൻ്റെ നിയമപരമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് അതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. ഇതിൻ്റെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി, സ്റ്റേറ്റ് തലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഉൾപ്പെടുന്ന മോണിറ്ററിംഗ് കമ്മിറ്റി സംസ്ഥാന തലത്തിലുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതേ ഉള്ളൂ. ഈ അവസരത്തിലാണ് ഇതിനെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമരമുഖത്തേക്ക് ഇറക്കുന്ന ഈ പ്രവണത ശരിയല്ല എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമസ്കാരം.